ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറയാം. മത്സരിച്ച 27-ൽ 22 സീറ്റുകളിലും വിജയിച്ചു എന്ന് മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടി എന്ന അവരുടെ നേതാവിൻ്റെ ഭൂരിപക്ഷമാണ് അത്ഭുതം. 85,327 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരാളായി കൂടി കുഞ്ഞാലിക്കുട്ടി മാറുകയാണ്. മലപ്പുറത്തേക്ക് അദ്ദേഹം മാറിയത് തന്നെ ഭൂരിപക്ഷം കൂട്ടുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. പക്ഷേ ഇത്ര അധികം ഭൂരിപക്ഷം ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചു കാണില്ല. ലീഗിൻ്റെ ഒരു കോട്ടകളിലും വിള്ളൽ വരുത്താൻ ഇടത് സംസ്ഥാനത്തിന് സാധിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം മാത്രമല്ല, ജയിച്ച മിക്ക സ്ഥാനാർത്ഥികളും 30,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ഫാത്തിമ തഹലിയ ആദ്യ വനിതാ ലീഗ് MLA ആയി നിയമസഭയിലെത്തി ചരിത്രം തിരുത്തി കുറിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഗംഭീരമായ പ്രകടനം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുമാത്രമല്ല, സീറ്റെണ്ണത്തിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായി ഇപ്പോൾ ലീഗ് മാറുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ലീഗിൻ്റെ കോട്ടകളിൽ മലപ്പുറത്തെ എല്ലാ സീറ്റുകളിലും വിജയിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ചില സ്ഥലങ്ങളിലാണ് തിരിച്ചടി ചെറിയ മേഖലകളിലൊക്കെ ഉണ്ടായത്. പക്ഷേ പല സീറ്റുകളും പിടിച്ചെടുക്കുകയും കൊടുവള്ളി നിലനിർത്തി, പേരാമ്പ്ര തിരിച്ചു പിടിച്ചു, അബ്ദുറഹ്മാനെ നിലംതൊഴിച്ചില്ല. അങ്ങനെ നിരവധിയായ കണക്കുകൾ ലീഗിൻ്റെ അക്കൗണ്ടിൽ ചേർക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ഏകദേശം 37 വോട്ടുകൾക്ക് പെരിന്തൽമണ്ണയിൽ ജയിച്ച നജീബ് കാന്തപുരത്തിൻ്റെ ഭൂരിപക്ഷം 37,000 എന്നുള്ളത് ചെറിയ കാര്യമല്ല. അങ്ങനെ അനവധി അത്ഭുതങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ലീഗ് എന്ന പാർട്ടിക്ക് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ടായിരുന്നു. TV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, അത്ഭുതങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം അടക്കം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ലീഗിനെ UDF-നുള്ളിൽ വലിയൊരു വിലപേശൽ ശക്തിയായി മാറ്റിയിരിക്കുന്നു. തീർച്ചയായും ലീഗിൻ്റെ സ്ട്രൈക്ക് റേറ്റ് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും അധികം ഉയർന്നതാണ്. 27-ൽ 22 എന്ന് പറയുമ്പോൾ അതും വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയങ്ങൾ. മലപ്പുറത്തെ വിജയങ്ങളെല്ലാം 20,000-ന് മുകളിലാണ്. ഏറ്റവും ഉയർന്നത് 85,000 ഏറ്റവും ചുരുങ്ങിയത് 23,000. അത്രയും വലിയ മെജോറിറ്റിയാണ് എല്ലാ മണ്ഡലങ്ങളിലും നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് വലിയ ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിലുള്ളത്. പക്ഷേ എത്രമാത്രം കോൺഗ്രസിന് ഒറ്റയ്ക്ക് വലിയ സീറ്റുകൾ അല്ലെങ്കിൽ നമ്പറുകൾ ഉള്ള സാഹചര്യത്തിൽ വിലപേശുക എന്ന സാഹചര്യത്തിലേക്ക് ലീഗിന് പോകാൻ കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നാണ് നമുക്ക് ഇനി ഈ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളേക്കാൾ കൂടുതൽ ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ ആർക്കെല്ലാമാകും അവസരം എന്നുള്ളത് തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ 20 MLA-മാരിലപ്പോൾ 5 മന്ത്രിമാരെ കിട്ടിയെങ്കിൽ ഇത്തവണ 22 MLA-മാരിലപ്പോൾ 5-ലധികം എന്ന കാര്യത്തിലേക്ക് ലീഗ് അവകാശവാദങ്ങളിലേക്ക് എത്തും. സ്വാഭാവികമായിട്ടും 6 ക്യാബിനറ്റ് അത് ലീഗ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഏറ്റവും അധികം ഉള്ളത് ലീഗിൽ ഉയർന്ന വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നേതാക്കളും മാത്രമല്ല, മുതിർന്ന നേതാക്കളുമുണ്ട്. അപ്പോൾ അവസരം ആർക്കെല്ലാം കൊടുക്കും? സാദിഖലി ക്ഷേത്രങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രഖ്യാപിച്ച കാത്തുവെച്ച ഒരു വിസ്മയം ഈ ഒരു മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.